അസ്സലാമു പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ്. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും ഒരു ചെറുപ്പക്കാരനോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പലതും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ചെറുപ്പക്കാരനെ സമൂഹത്തിൻ്റെ മുന്നിൽ എത്തിച്ചുകൂടാ? ഇവരെയൊക്കെയല്ലേ ആളുകൾ അറിയേണ്ടത്. നാളെ നമുക്കും ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ രക്തം വാർന്നൊഴുകി മരണപ്പെട്ടേക്കാം. ഇതുപോലുള്ള ചെറുപ്പക്കാരെയാണ് നാടിനാവശ്യം. ഇത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. ഈ ഒരു വിവരം കുറച്ച് ആളുകളിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. പലതിൻ്റെയും പുറകെ പോകുന്ന നമ്മൾ ഇങ്ങനെയുള്ളവരെ നമ്മൾ കാണാതെ പോകുന്നു. കാണാൻ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടി ഇരട്ടക്കുളം ഭാഗത്ത് നാഷണൽ ഹൈവേയിൽ ഒരു അപകടമുണ്ടായി. അപകടമുണ്ടായ സ്ഥലത്ത് 2 ആളുകൾ നടു റോഡിൽ രക്തത്തിൽ കുളിച്ച് ജീവന് വേണ്ടി തുടിക്കുകയായിരുന്നു. അതുവഴി ഒരുപാട് വാഹനങ്ങൾ കടന്നുപോയെങ്കിലും അവരെ ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. അങ്ങനെയാണ് അതുവഴി 2 ചെറുപ്പക്കാർ കടന്നു വരുന്നത്. അസ്ലു എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അവൻ്റെ കൂട്ടുകാരനും. ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇവർ വെപ്രാളം കൊള്ളുകയാണ്. അതുവഴി വരുന്ന പല വാഹനത്തിൻ്റെ മുന്നിലും ഇവർ തടഞ്ഞു നോക്കി, ഒരുപാട് യാചിച്ചു. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. ഒരാൾ പോലും വാഹനത്തിൽ കയറ്റാൻ തയ്യാറല്ല. ആരും തിരിഞ്ഞു നോക്കിയില്ല. യാചിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. അവസാനം ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്തതെന്നറിയോ? മനുഷ്യത്വം മരവിക്കാൻ തയ്യാറല്ലാത്ത ഈ ചെറുപ്പക്കാരൻ എന്താ ചെയ്തതെന്നറിയോ? അസ്ലു അവൻ്റെ കൂട്ടുകാരുമൊത്ത് 500 മീറ്ററോളം പരിക്കേറ്റവരെയും ചുമന്ന് നടന്നു ഇരട്ടക്കുളത്തെ പുതിയ ഹോസ്പിറ്റലായ അസീസായിലേക്ക്. അവിടെ ഹോസ്പിറ്റലിൽ എത്തുകയും ആ 2 ജീവനുകളും രക്ഷപ്പെടുകയും ചെയ്തു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഇതുപോലുള്ള മക്കളെയല്ലേ നമുക്ക് സമൂഹത്തിന് ആവശ്യം. നാളെ നമ്മളും വീണുപോയാൽ ഇതുപോലുള്ള മക്കളല്ലേ നമുക്ക് എത്തുക. അപ്പോൾ ഇവരെ പോലുള്ളവരെയല്ലേ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. ഇവർക്കല്ലേ നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടത്. ഇവർക്ക് വേണ്ടിയല്ലേ ദുആ ചെയ്യേണ്ടത്. 2 ജീവനുകളാണ് അവിടെ രക്ഷപ്പെട്ടത്. മീറ്ററോളം നടന്ന് ആ ചോരയിൽ കുളിച്ച് നിൽക്കുന്ന ആ ഒരു യുവാക്കൾക്ക് മുന്നിൽ തല കുനിക്കുകയാണ്. പടച്ച റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹിസ്സത്തും റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇത് കണ്ട് ഒരു പ്രചോദനമായി നമ്മുടെ മക്കളും വളരട്ടെ. എല്ലാവരും ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. മനുഷ്യത്വം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയും യുവാക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. മക്കൾക്ക് നല്ലത് വരട്ടെ, നല്ലത് മാത്രം പടച്ച റബ്ബ് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.